ഹായ്. വായനയിൽ എനിക്കിടയ്ക്ക് വലിയൊരു ബ്രേക്ക് വരാറുണ്ട്. വായനയിൽ മാത്രമല്ല, ഒന്നിനോടും താല്പര്യം തോന്നാത്തൊരവസ്ഥ. അങ്ങനെ ഒരു ബ്രേക്കിന് ശേഷം ഞാൻ വായിക്കാൻ വേണ്ടിയിട്ട് 3 പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തു. അതിൽ 2 പുസ്തകങ്ങൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അതിലൊരു പുസ്തകം എൻ്റെ വായനയോടുള്ള ആത്മാർത്ഥതയും ഉൾക്കാഴ്ചയും ആഴവും എല്ലാം കൂട്ടി. പറഞ്ഞു വരുന്നത് സന്തോഷ് കുമാർ എഴുതിയ തപോമയുടെ അച്ഛൻ എന്ന നോവലിനെ കുറിച്ചാണ്. മനുഷ്യർ ജീവിതത്തിൽ നിർബന്ധമായും കാണേണ്ട ചില ഇടങ്ങളുണ്ടെന്ന് ഞാൻ പറയും. ഒരു ജയിൽ, മെൻ്റൽ ഹോസ്പിറ്റൽ, പിന്നെ മാറാരോഗികളെ പരിചരിക്കുന്ന ഒരു വാർഡ്, അല്ലേ? മൂന്നും കാണേണ്ടതു തന്നെ. മനുഷ്യരുടെ അഹന്ത കുറയ്ക്കാൻ അത്തരം സന്ദർശനങ്ങൾ സഹായിക്കും. തപോമായി സമ്മതിച്ചു. എന്നാൽ ഇക്കാലത്ത് അതിൻ്റെ കൂടെ ചേർക്കേണ്ട ഒന്നുകൂടിയുണ്ട്: അഭയാർത്ഥി ക്യാമ്പുകൾ. അഭയാർത്ഥികളുടെ വേദനയും ഭൂതകാലത്തിൻ്റെ ഓർമ്മകളും എല്ലാത്തിനുമുപരി ഒരച്ഛന് മകനോടുള്ള അടങ്ങാത്ത സ്നേഹവുമാണ് തപോമയുടെ അച്ഛനെന്ന ഈ നോവലിൽ. തപോമായി എന്ന വാതിലിലൂടെ നമ്മൾ കടന്നു ചെല്ലുന്നത് വലിയൊരു അനുഭവ പ്രപഞ്ചത്തിലേക്കാണ്. അഭയാർത്ഥി എന്ന രാഷ്ട്രീയ പ്രശ്നത്തെ പ്രണയത്തിലേക്കും മറ്റു മനുഷ്യബന്ധത്തിലേക്കും സന്നിവേശിപ്പിച്ച് ആഖ്യാനം ചെയ്യുന്ന രചനയുടെ ഇന്ദ്രജാലമാണ് സന്തോഷ് കുമാർ എന്ന പ്രിയ എഴുത്തുകാരൻ ഈ നോവലിലൂടെ കാഴ്ചവെക്കുന്നത്. മലയാള സാഹിത്യത്തിലെ മികച്ച പുസ്തകങ്ങളിലൊന്നായിട്ടാണ് ഞാൻ ഈ നോവലിനെ വിലയിരുത്തുന്നത്. കൈകാര്യം ചെയ്തിരിക്കുന്ന വിഷയം കൊണ്ടും കഥാപാത്രങ്ങളുടെ പ്രാധാന്യം കൊണ്ടും തപോമയുടെ അച്ഛൻ നിർബന്ധ ബുദ്ധിയോടെ ഓരോരുത്തരും വായിച്ചിരിക്കേണ്ട നോവലാണ്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ വായന ഓരോരുത്തരുടെയും വ്യക്തിപരമായ തിരഞ്ഞെടുപ്പാണെങ്കിലും വായനയിൽ നിലയുറപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും വായിച്ച് കയ്യിൽ സൂക്ഷിക്കേണ്ട ഒരു ഗംഭീര നോവലാണ് തപോമയുടെ അച്ഛൻ. ഉറപ്പായും നിങ്ങളുടെ വായനയെയും നിങ്ങളുടെ കാഴ്ചപ്പാടിനെയും നിങ്ങൾ നിശ്ചയിക്കുന്ന പരിധിക്കപ്പുറം വളർത്താൻ സഹായിക്കുന്ന നോവലാണ് തപോമയുടെ അച്ഛൻ. വായിക്കാത്തവർ ഉറപ്പായിട്ടും വായിക്കണം. വായിച്ചവർ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക.